ഹരേ കൃഷ്ണ. ഇന്ന് ഹേര പഞ്ചമി. ജഗന്നാഥ് രഥയാത്രയുടെ 5-ാമത്തെ ദിവസം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഹേര പഞ്ചമി. ഹേര എന്നാൽ കാണുക എന്നർത്ഥം. പഞ്ചമി എന്നാൽ 5-ാമത്തെ ദിവസത്തെ സൂചിപ്പിക്കുന്നു. രഥയാത്രയ്ക്ക് പുറപ്പെടുന്നതിനു മുമ്പ് ഭഗവാൻ ജഗന്നാഥൻ ലക്ഷ്മി ദേവിയോട് കുറച്ചു ദിവസം പുരിയിൽ നിന്നും മാറി നിൽക്കുന്നുവെന്നും നാളെ തന്നെ മടങ്ങി വരാമെന്നും ഉറപ്പു നൽകുന്നു. അപ്രകാരം ഭഗവാൻ ബലരാമസ്വാമിയോടും സുഭദ്രാദേവിയോടുമൊപ്പം പുരിയിൽ നിന്നും ഗുണ്ടീച ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു, ദ്വാരകയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് പോകുന്നത് പോലെ. എന്നാൽ പിറ്റേ ദിവസം ഭഗവാൻ തിരികെ വന്നില്ല. ലക്ഷ്മി ദേവിക്ക് വിഷമവും ഉത്കണ്ഠയും നിരാശയും അനുഭവപ്പെട്ടു. അങ്ങനെ 4 ദിവസങ്ങൾ പിന്നിട്ടു. ജഗന്നാഥ്ജി തിരികെ വന്നതുമില്ല. യാതൊരുവിധ സൂചനകളും ലഭിച്ചിട്ടില്ല. 5-ാം ദിവസമായപ്പോൾ ലക്ഷ്മി ദേവിയുടെ ഉത്കണ്ഠ ദേഷ്യമായി മാറി. അപ്പോൾ തന്നെ ഗുണ്ടീച ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. സേവകരോടൊപ്പം ഗുണ്ടീച ക്ഷേത്രത്തിലേക്ക് പോയി. മനോഹരമായി അലങ്കരിച്ച പല്ലക്കിലേറി സംഗീത വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ ലക്ഷ്മി ദേവി ഗുണ്ടീച ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. ദേവിയുടെ ക്രോധത്തെക്കുറിച്ച് ഭഗവാന്റെ സേവകർ ഭഗവാനെ അറിയിച്ചു. ഭഗവാൻ ആ സമയത്ത് ലക്ഷ്മി ദേവിയെ കാണുന്നത് ഉചിതമല്ല എന്ന് ചിന്തിച്ചു. ഭഗവാന്റെ സേവകർ പ്രധാന കവാടം അടച്ചു. ഇത് കണ്ടപ്പോൾ ലക്ഷ്മി ദേവിയുടെ ദേഷ്യം വീണ്ടും വർദ്ധിച്ചു. തന്നേക്കാൾ സ്നേഹം സഹോദരങ്ങളോടാണല്ലോ എന്ന് ദേവി ഭഗവാനോട് ചോദിച്ചു. അപമാനിതയായ ലക്ഷ്മി ദേവി ജഗന്നാഥ്ജിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കരുതി തൻ്റെ സേവകരോടൊപ്പം ഭഗവാന്റെ രഥമായ നന്ദിഘോഷ് തകർത്തു. അതിനുശേഷം ഗുണ്ടീച ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു മാർഗത്തിലൂടെ സഞ്ചരിച്ച് പുരി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ ഒരു ആചാരം ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും ശാശ്വത ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഭഗവാനും ലക്ഷ്മി ദേവിയും ഒരിക്കലും വേർപിരിയുന്നില്ല. അതുകൊണ്ടാണ് പുരിയിലെ പ്രധാന ക്ഷേത്രത്തെ ശ്രീ മന്ദിർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ശ്രീ എന്നാൽ ലക്ഷ്മി ദേവി. വൈഷ്ണവർ എല്ലായ്പ്പോഴും ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ഒന്നിച്ച് ആരാധിക്കുന്നു. ഭഗവാനും ലക്ഷ്മി ദേവിയും ഒന്ന് തന്നെയാണ്. ഭഗവാനിൽ നിന്നും വേർതിരിക്കാൻ കഴിയില്ല. ലക്ഷ്മി ദേവിയെ നീലാചലവാസിനി എന്നും ശോഭാശാലിനി എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്നു. രഥയാത്രയുടെ സമയത്ത് മാത്രമാണ് ഭഗവാനും ലക്ഷ്മി ദേവിയും ശ്രീമന്ദിരത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നത്. ഭഗവാനുമായുള്ള വിരഹം ഭഗവാനുമായുള്ള ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുന്നുവെന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു പ്രധാന പാർഷദനായ ശ്രീ വക്രേശ്വര പണ്ഡിതിൻ്റെ തിരോഭാവ ദിവസമാണ്. ത്രിവേണിക്കടുത്തുള്ള ഗുപ്തിപാര എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം അവതരിച്ചത്. ചൈതന്യ മഹാപ്രഭു സങ്കീർത്തന പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ അതിലെ പ്രധാനപ്പെട്ട നർത്തകനും ഗായകനുമായിരുന്നു അദ്ദേഹം. നാമസങ്കീർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ തുടർച്ചയായി 72 മണിക്കൂർ നൃത്തം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ശ്രീ വക്രേശ്വര പണ്ഡിതും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ദേവാനന്ദ പണ്ഡിറ്റിനെ വൈഷ്ണവ അപരാധത്തിൽ നിന്നും മോചിപ്പിച്ചത് വക്രേശ്വര പണ്ഡിതാണ്. ശ്രീ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭക്തിവൃക്ഷത്തിലെ 5-ാം ശാഖയാണ് വക്രേശ്വര പണ്ഡിറ്റ് എന്നും ചൈതന്യ മഹാപ്രഭുവിൻ്റെ വളരെ അടുത്ത ആളാണെന്നും. വക്രേശ്വര പണ്ഡിറ്റ് സ്വയം ഭഗവാന്റെ ദിവ്യശക്തികൾ കൊണ്ട് സമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഭഗവാൻ കൃഷ്ണൻ്റെ നിത്യവാസസ്ഥലമാണ്. അതിനാൽ ആരാണോ അദ്ദേഹത്തിനോട് ശരണാഗതനാകുന്നത് അവർക്കെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ആശ്രയം ലഭിക്കുമെന്നതിന് ഒരു സംശയവുമില്ല. ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ വക്രേശ്വര പണ്ഡിറ്റിനോട് പ്രാർത്ഥിക്കാം, ചൈതന്യ മഹാപ്രഭുവിൻ്റെ സേവനം ചെയ്യാൻ സാധിക്കണമേ എന്ന്. ഹരേ കൃഷ്ണ.